ഗോവിന്ദൻ മാഷ് നേരത്തെ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കോടതി തീരുമാനം ഉണ്ടാവുന്നത് വരെ അദ്ദേഹത്തെ ഒരു കുറ്റാരോപിതൻ എന്നേ പറയാൻ പറ്റൂ. ഒരു പഴഞ്ചൻ ന്യായമാണെങ്കിലും അത് ഇന്നലെയും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം പി ജയരാജനും പത്മകുമാറിനെ ന്യായീകരിച്ചുകൊണ്ട് വരികയുണ്ടായി. അതിൽ ജയരാജന്റെ ന്യായീകരണത്തിനാണ് കുറെ കൂടെ സ്വീകാര്യത കിട്ടിയത്. അദ്ദേഹം പറയുന്നത് പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് അവധാനതയില്ലായ്മ ഉണ്ടായി എന്ന് പറയുന്നു. അതായത് വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ല, കരുതലോടുകൂടെ പ്രവർത്തിച്ചില്ല. ഈ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് CPM പോലൊരു പാർട്ടിയിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കപ്പോഴും പറയുന്ന ഒരു ന്യായീകരണമാണ്. അതായത് ആ കുറ്റം ചെയ്ത സഖാവിന് ജാഗ്രത കുറവുണ്ടായി എന്ന്. അതുപോലൊരു ന്യായീകരണമാണ് ജയരാജൻ പറഞ്ഞതെങ്കിലും അദ്ദേഹം അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ സംഘത്തെ ഭംഗിയായിട്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭരണപരമായ വീഴ്ച ഉണ്ടായി എന്നും ജയരാജൻ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ഫയലില് കുറിപ്പെഴുന്ന കാര്യത്തിലുണ്ടായ അലംഭാവം എന്നാണ്. അതിന് തെറ്റുപറ്റിയെന്നല്ല പറയുന്നത്, കുറിപ്പെഴുതിയതിൽ ഉണ്ടായ അലംഭാവം. അങ്ങനെ പത്മകുമാറിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ജയരാജൻ നടത്തിയത്. പക്ഷെ ജയരാജൻ സാഹവേ, ഇത് ഫയലിൽ എഴുതുന്നതിലുണ്ടായ അലംഭാവം മാത്രമാണോ? നമുക്ക് അങ്ങനെ ഈ കുറ്റകൃത്യത്തെ ചെറുതാക്കി കാണാൻ പറ്റുമോ?